മയിൽ പോലീസ് സ്റ്റേഷന്റെ ശാപമോക്ഷത്തിനായി തളിപ്പറമ്പ് എം.എൽ.എ. ടി.കെ. ഗോവിന്ദന്റെ ഇടപെടൽ. ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലുള്ള കെട്ടിടത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ എം.എൽ.എ. പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ചെയ്തു. കേരളത്തിൽ ഒരിടത്തും ഇതുപോലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകില്ലെന്ന് എം.എൽ.എ. പറഞ്ഞു. കേരളത്തിൽ വേറെ ഉണ്ടാവില്ല അല്ലേ? ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ പിന്നെ അതിനുശേഷം കവർ മേലെ ഷീറ്റ് ഇട്ടതിന് ശേഷമാണ് ചോർച്ച. ഭാർഗവി നിലയം പോലുള്ള മയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം കണ്ട് ടി.കെ. ഗോവിന്ദൻ എം.എൽ.എയും അമ്പരന്നു. ഇതുപോലൊന്ന് കേരളത്തിൽ ഒരിടത്തും ഉണ്ടാവില്ലെന്ന് എം.എൽ.എക്ക് തന്നെ പറയേണ്ടിയും വന്നു. പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു. ആ ശിലാഫലകം ഒരു സ്മാരകമെന്നോണം SHOയുടെ മുറിയിലുണ്ട്. സ്റ്റേഷന്റെ ദുരവസ്ഥ ചുറ്റിക്കണ്ട എം.എൽ.എ. ബദൽ സംവിധാനം ഉടൻ ഒരുക്കുമെന്ന ഉറപ്പാണ് നൽകിയത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകും വരെ മറ്റൊരു സ്ഥലത്തേക്ക് സ്റ്റേഷൻ മാറ്റാൻ പറ്റുമോ എന്ന് പരിശോധിക്കുമെന്ന് എം.എൽ.എ. ബദൽ സംവിധാനം ഉണ്ടാവും നമുക്ക് ആലോചിക്കേണ്ടി വരും. അതായത് ഇവിടുന്ന് മാറ്റി വേറെ കിട്ടുമെങ്കിൽ അത് ആലോചിക്കേണ്ടി വരും. കാരണം ഇത് എത്ര കാലം ഇങ്ങനെ തുടരുക. മാത്രമല്ല മറ്റൊരു കെട്ടിടപ്പണി തുടങ്ങിയാൽ തന്നെ 2 വർഷം ഇല്ലാണ്ട് കെട്ടിടം പൂർത്തിയാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നതല്ലോ, നമുക്ക് എവിടെയും കെട്ടിടം കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തുന്നത് നന്നായിരിക്കും. ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് നിലവിൽ കെട്ടിടം സംരക്ഷിച്ചിട്ടുള്ളത്. ശുചിമുറി പോലും ഇവിടെയില്ല. ടാർപോളിൻ ഷീറ്റ് കെട്ടിമറച്ചാണ് കാര്യം സാധിക്കുന്നത്. കെട്ടിടത്തിന്റെ പല സ്ഥലങ്ങളിലും പട്ടികയും കഴുക്കോലും ദ്രവിച്ച നിലയിലാണ്. ഈ മഴക്കാലം പൂർണ്ണമായും കെട്ടിടം താങ്ങാൻ ഇടയില്ല. അറ്റകുറ്റപ്പണി നടത്താനാകട്ടെ സാങ്കേതിക തടസ്സങ്ങളും. ഈ സാഹചര്യത്തിൽ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ മറ്റൊരിടം കണ്ടെത്തുക മാത്രമാണ് പോംവഴിയെന്നും എം.എൽ.എ. വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ഈ വിഷയം സംസാരിച്ചതായും എം.എൽ.എ. പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു. ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു അവസ്ഥ മറ്റൊരു പോലീസ് സ്റ്റേഷനും ഉണ്ടാവാനിടയില്ല. അപ്പോൾ ഏതായാലും ഏതായാലും തറക്കല്ലിടൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കെട്ടിടം പണിയുടെ പ്രവൃത്തി ത്വരിതപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അതോടൊപ്പം ഇത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്താം വിശദമായി തന്നെ. ഞങ്ങളുണ്ട് ഇത് വീണു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് മയിൽ പോലീസ് സ്റ്റേഷൻ്റെ ഓട് പൊളിഞ്ഞ് വീണു എന്ന് ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ഞാൻ അദ്ദേഹം ഒന്നിച്ചിരിക്കുന്നുണ്ട്. അന്നേരം തന്നെ ഇക്കാര്യം പറഞ്ഞു. അന്നേരം പറഞ്ഞത് ഏതായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ വന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കും നാളെ എൻ്റെ ശുചിയാവസ്ഥ വെച്ചിട്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ഈ തുക മതിയാവില്ലെന്ന് പറഞ്ഞാണ് ഫയൽ ചുവപ്പ് നാടയിലായത്. ഈ കെട്ടിടത്തിൽ തന്നെ സ്റ്റേഷൻ പ്രവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ വൻ ദുരന്തത്തിനാണ് മയിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. മനോജ് മയിൽ, കണ്ണൂർ വിഷൻ.